അവിടെ നിന്ന് ചെയ്യരുത്. അവിടെ നിന്ന് തന്നെ ഞാൻ ചവിട്ടി കൂട്ടും. പുതിയൊരു കവിത. അപ്പൊ എല്ലാവർക്കും വളരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിക്കോട്ടെ. ഇന്നേ അച്ചൂട്ടനെ കൊണ്ട് ഞാൻ അച്ചൂട്ടന്റെ സ്കൂൾ വരയ്ക്കുന്നു. പോട്ടെ, അവന്റെ ടീച്ചർ എന്നെ കാണണം. അപ്പൊ ഒരുപാട് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് പോയി കാണുന്നത് നല്ലതാണല്ലോ അല്ലേ? അതിനല്ല കേട്ടോ, മെയിൻ ആയിട്ട് പോണത് ആദിയുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. മുന്നേ നമ്മള് പേര് കൊടുത്തില്ലേ ടീച്ചറിനെ കാണാൻ. അപ്പം അതിപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. അതവിടെ വന്നിരിക്കുന്നുണ്ട് ഓഫീസില്. അപ്പൊ അത് മേടിച്ചു കൊണ്ടണം. വന്നിട്ട് അതിലൊരു സൈനിന്റെ കുറവുണ്ട് അത്ര. അപ്പൊ അത് ചെറിയ സ്കൂളിൽ പോയി അതെല്ലാം സൈനെല്ലാം റെഡിയാക്കി വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയക്കണം. പിന്നെയും വെയിറ്റ് ചെയ്യണം. +2 പരീക്ഷ ആകുമ്പോഴത്തേക്കെങ്കിലും എൻ്റെ കുട്ടിയുടെ പേരൊക്കെ തിരുത്തി റെഡിയാക്കി വന്നാൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ചെയ്യണം. ടീച്ചറായിരുന്നു ചീത്ത കേൾക്കുമെന്നുള്ള നല്ല പേടിയുണ്ട്. അന്റെ സ്വഭാവത്തിനെ അപ്പൊ ശരി കേട്ടോ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരെ. ടീച്ചർ ഒന്നും ഉണ്ടാക്കി പറയില്ല. ടീച്ചർമാർക്ക് അങ്ങനത്തെ സ്വഭാവമല്ല. അവരുള്ളതേ പറഞ്ഞാല് അവിടെ നിന്ന് ചെയ്യരുത്. അവിടെ നിന്ന് തന്നെ ഞാൻ ചവിട്ടി കൂട്ടും. ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവരെയും എന്നെ സ്വാഗതം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയൂലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഞാൻ രശ്മിയാണേ എന്നൊക്കെ ഒക്കെ ഇറക്കണത്. അപ്പോൾ അങ്ങനെ വീണ്ടും പറയുകയാണ്, ഞാൻ രശ്മിയാണ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനും അച്ചൂസും ഏട്ടൻ്റെ വണ്ടിയിലാണ് അവൻ്റെ സ്കൂൾ വരത്തേക്കും പോയത്. സ്കൂളിൽ എത്തിയ പാട് ഞാൻ ആദ്യം അച്ചൂസിൻ്റെ ക്ലാസ് ടീച്ചറെ പോയി കണ്ടു കേട്ടോ. ടീച്ചറുടെ പേരും രശ്മി എന്നാണ്. എനിക്ക് ടീച്ചറെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു അച്ചൂസിൻ്റെ കാര്യമൊക്കെ. ടീച്ചർ പറഞ്ഞു, ഇപ്പോഴും പരാതിയും പരിവട്ടങ്ങളൊന്നും ഫ്രണ്ട്സിന് കുറഞ്ഞിട്ടില്ല. എപ്പോഴും ഇങ്ങനെ അവരെയും തോണ്ടിയിട്ടും വികൃതി അടിച്ചിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവന് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടിയല്ല, പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ മെനക്കെടായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പറഞ്ഞു ടീച്ചറെ അടുത്ത്, ടീച്ചറെ അവന് പഠിക്കാനൊന്നും താല്പര്യവും കാണിക്കണില്ല, അതിനായിട്ട് ഇരിക്കണമില്ല, ഞാനും ആകെ ബുദ്ധിമുട്ടിരിക്കുക എന്നൊക്കെ എൻ്റെ വിഷമങ്ങളെല്ലാം ടീച്ചറെ അടുത്ത് പറഞ്ഞു കേട്ടോ. അതെല്ലാം കേട്ട് ടീച്ചർ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചൂസിനെ അങ്ങനെ ക്ലാസ്സിലാക്കി ഓഫീസിൽ പോയി നമ്മുടെ ആദിയുടെ ഫയലൊക്കെ തിരിച്ച് മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അവൻ്റെ സ്കൂളിൽ പോകണം, ചെറിയ സ്കൂളിൽ പോകണം. 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത സ്കൂളുണ്ടല്ലോ, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ, അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആദ്യം എനിക്ക് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. നടന്ന് തന്നെയാണ് വീട്ടിലേക്ക് പോയത്. പിന്നെ വീട്ടിലെത്തിയിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെറിയ സ്കൂളിലേക്ക് പോയേട്ടാ. അപ്പോൾ ആ ഫയലാണ് ഇതെന്നാന്നാവോ ഒന്ന് ശരിയായി പുതിയൊരു SSLC സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. ഇതിലിപ്പോൾ നമ്മളെ അഡ്മിഷൻ ടൈമിൽ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ അതിൽ ഹെഡ് മാസ്റ്ററുടെ അന്നത്തെ HMൻ്റെ പേരും സൈനും HMൻ്റെ സീലും ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രശ്നം കേട്ടോ. അപ്പോൾ അതെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ സ്കൂളിലോട്ട് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും സാരിയൊക്കെ വലിച്ചു വാരി ചുറ്റിയല്ലേ, പിന്നെ അത് മാറ്റി വേറെ ഡ്രസ്സ് ഇടാനൊന്നും നിന്നില്ല. ഇത് കൊടുത്തിട്ട് തന്നെയാണ് ചെറിയ സ്കൂളിലേക്ക് പോയതിട്ടാ. അവിടെ പിന്നെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ നാട്ടുകാരാണ്, നല്ലോണം നമ്മളെ അറിയുന്നവരാണ്. അപ്പോൾ നമ്മളോട് ആ ഒരു രീതിക്കല്ലേ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ പറ്റുന്നമാരെ അവർ ഹെൽപ്പൊക്കെ ചെയ്തു. പക്ഷേ സീൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി തരാമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം ആവുമായിരിക്കും ഇതെല്ലാം ഒന്ന് കറക്റ്റ് ആകുമ്പോഴത്തേക്ക്. വീട്ടിലെത്തിയപ്പോൾ കെട്ടിയ ചായയൊക്കെ ആക്കി വെച്ചിട്ട് എൻ്റെ അടുക്കള ഇങ്ങനെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ ഊണ് കഴിക്കാൻ നിൽക്കുകയാണ്. ഏട്ടൻ തന്നെ പപ്പടം കാച്ചുകയാണ് കേട്ടോ. ഞാനിങ്ങ് വന്ന് കയറിയുള്ളൂ. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കിയിട്ടില്ല നല്ല കടുപ്പുള്ള അടിപൊളി ചായയൊക്കെ എടുത്ത് ഞാനൊരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുക്കള നിരത്തിയിട്ട് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ തുടച്ച് നേരേക്ക് പോയാണ്. ഞാൻ സ്കൂളിൽ പോയി വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ കെട്ടിയോൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷേ എൻ്റെ അടുക്കളയുടെ ചേലിലേക്കൊക്കെ ആദ്യം ഞാൻ കൊണ്ടിരിക്കണം. അതുപോലെ ഊണ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പപ്പടവും കാച്ചാണ് കേട്ടോ. മീൻ കറി ഉണ്ട്, മീൻ വറുത്തത് കഴിഞ്ഞു.
അപ്പം ഇനി പപ്പടം കൂട്ടിയിട്ട് കഴിക്കാം. 4 മണിച്ചാറ് നേരത്താണ് ചോറ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ അച്ചൂസ് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല. എന്നുവെച്ചാൽ ഞാൻ വന്ന് കയറിയപ്പോഴത്തേക്ക് തന്നെ 4 മണിക്ക് അവിടെ സ്കൂൾ വിട്ട് ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഒന്നും ആക്കിയില്ല. രാവിലത്തെ ടിഫിൻ എളുപ്പമുണ്ട്. അപ്പം അതെല്ലാം കൊടുത്ത് ഒപ്പിക്കാന്ന് കരുതി. നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലേ റീൽസും ഷോർട്സും ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ നേരെ കൊണ്ട് ഞാൻ അതെല്ലാം ചെയ്ത് അപ്പോഴത്തേക്ക് ഉണ്ണി വന്നു. അനക്കത് ചായ ഇല്ല ഒന്നുമില്ല. അല്ല ടീച്ചറിന് എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞേ? അല്ലാണം പറയാണ്. എന്താ പറഞ്ഞേ? ഈയൊരു അപ്പിക്കുട്ടിയാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും കേട്ടോ, അമ്മ ഈ വീഡിയോ എടുക്കണ നേരത്തെ എയ്റോപ്ലെയിൻ മോഡൽ ഇട്ടേക്കണം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കോളൊന്ന് വരുമ്പോൾ സൗണ്ട് ഉണ്ടാവൂലെന്ന്. അപ്പം ഞാനത് ചെയ്യാത്തോണ്ട് ഇങ്ങനെ അമ്മ പിടിച്ച് എന്നെ ദേഷ്യപ്പെട്ട് നോക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ വൈകുന്നേരത്തെ പുറംപണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു അടിപൊളി വെറൈറ്റിയായും ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, ചെറുപയർ കഞ്ഞിയും അതുപോലെ ഉണക്കൽ വറുത്തത് പിന്നെ അത്ര ഹെൽത്തി ഒന്നുമല്ല, അത് വെറും ടേസ്റ്റി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ട് പപ്പടായാലും ആദിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. എനിക്ക് മാത്രമല്ല ഏട്ടനും ആദിക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അച്ചൂസ് കുടിക്കില്ല. അവന് ഉച്ചയാകുമ്പോഴത്തെ ചോറിരിപ്പുണ്ട്, അപ്പോൾ അവനത് കൊടുക്കാമെന്ന് ഓർത്തു. മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. ചോറ് നമ്മുടെ ചെറുപയർ കഞ്ഞി ഞാൻ ഓൾറെഡി വേവിച്ചത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കുക്കറിൻ്റെ ആ ഒരു എന്താ പറയുക വിസിൽ ആവിയൊക്കെ മൊത്തത്തിലൊന്നും പോട്ടെ. നമ്മൾ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാലേ അതത്ര വെന്ത് പാകമായി കിട്ടൂല. ഒരുപാട് തോനെ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചാണ്. ജയാരിയാണ്, അപ്പം അതിനേ വേവുണ്ടല്ലോ. ചെറുപയറും ജയരിയും കൂടെ ഒപ്പം അങ്ങ് കുക്കറിൽ വേവിക്കുകയാണ്. ചെറു തീയിൽ ഒരു 4-5 വിസിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ നല്ല രീതിക്ക് വേവുള്ളൂ. കഞ്ഞി അങ്ങോട്ട് വേവണം, വെന്ത് കലരണം. ചെറുപയറിൻ്റെ ആ വെള്ളത്തിൽ കിടന്ന് ആ അരി വെന്ത് ചോറായ കഞ്ഞിയായ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം തേങ്ങ ചിരകിച്ച വേറെ ഒന്നിനല്ല, നാളത്തേക്ക് കറിക്കുള്ളതാണ് കേട്ടോ. നേരണ്ടേ ഇന്ന് വൈകിട്ട് തന്നെ കറിയാക്കും. ഒരു മൂടും ഇല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ ഡപ്പയിലാക്കി ഫ്രിഡ്ജിലേക്കും. എന്തായാലും അപ്പോൾ പണികൾ ഈസി ആവുമല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ആ പരിപാടികളെല്ലാം ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് ചോറ് അരി തിളപ്പിച്ച് വെക്കണം നാളത്തേക്ക് ആദിക്ക് കൊണ്ടുപോകാനായിട്ട്. വിറകൊക്കെ ഇനി കൊത്തി കീറി എടുക്കണം. തൽക്കാലം അടുപ്പിലിടാനുള്ള വിറകുകളില്ല. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് അരി അടുപ്പത്തിട്ട് വേവുമ്പോഴത്തേക്കും നല്ല പാടാ. ജയരി അല്ല, നല്ല വേവല്ലേ. അതുകൊണ്ട് ഞാൻ തെർമ കുക്കറിൽ അരി തിളപ്പിച്ച് വെക്കാമെന്ന് ഓർത്തു. മീൻ വറക്കണതിൻ്റെ മണം കേട്ടിട്ടാവുന്നുണ്ട് എൻ്റെ പിങ്കൂസ് മേലിൽ നിന്ന് ഇങ്ങനെ കാറി പൊളിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഉച്ചരിഞ്ഞാൽ ഇത്ര നേരം കുട്ടികൾ അവളുടെ കൂടെ കളിക്കാൻ ചെല്ലണം. അതിനുള്ള കുക്കിയാർക്കലാണ്. തള്ളിക്കൊണ്ട് കിടക്കണേ അങ്ങനെയല്ലേ എന്താ പിങ്കോ അടിച്ചു പോണം. എന്താ എങ്ങനെയൊക്കെ പുറത്തേക്ക് വിട്, അച്ഛൻ വന്നിട്ട് കേട്ടാ. ഇന്നുണ്ടല്ലോ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് വൈകുന്നേരത്തെ ഭക്ഷണം. വേറെ ഒന്നല്ല, ചെറുപയർ കഞ്ഞി. അംഗനവാടിയിലൊക്കെ ഉണ്ടാക്കൂലേ ചെറുപയർ കഞ്ഞി. അങ്ങനെ ചിലപ്പോൾ ഞാൻ ചെറുപയർ വേറെ വേവിക്കും, പച്ചമുളക് കീറിയിട്ട് ഒക്കെ ഇട്ടിട്ട്, എന്നിട്ട് അത് വേറെ ഉപ്പേരി വെക്കും. കുറച്ച് പറഞ്ഞല്ലേ. പിന്നെ കഞ്ഞി വേറെ ആക്കിയിട്ട് അങ്ങനെ കഞ്ഞിയും ചെറുപയറും അങ്ങനെ ആക്കും. ഇന്നിപ്പോൾ ഞാൻ അരി ചെറുപയറും കൂടെ ഒപ്പം വേവിക്കാൻ വെച്ചിരിക്കുക. റേഷൻ അരി അല്ല, വേവിലരി ജയരി. അപ്പോൾ ഒത്തിരി നേരം ആവണമല്ലോ എന്ന് ഓർത്ത് അതിൻ്റെ ആവിയൊന്നും കളയാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കൽ വറക്കുകയാണ്. അച്ചുട്ടിന് ചെറുപയറിട്ട കഞ്ഞി അത്ര പിടുത്തല്ല. ഓനുള്ളത് ഓന് ഉച്ചാകുമ്പോൾ ഉണ്ടാക്കിയ ചോറുണ്ട്, ഓനത് കൊടുക്കാമല്ലോ. ഉച്ചാകുമ്പോൾ നമ്മൾ മത്തിച്ചാറുണ്ടാക്കിയിരുന്നു, അതുകൊണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാച്ചു. കുറച്ച് മീനെടുത്തിട്ട് കറിയാക്കണം നാളത്തേക്ക്. ഞാൻ അധികം ഈ ജോലിക്ക് പോയപ്പോൾ പടിഞ്ഞൊരു ശീലമാണ് തലേദിവസം കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി നമുക്ക് പിറ്റേ ദിവസം പണികൾ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിയാക്കണം. പിന്നെ അത്ര തന്നെ, കറിക്കുള്ള തേങ്ങയൊക്കെ ചരക്കിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എളുപ്പമല്ലേ, പെട്ടെന്ന് കൂട്ടാമല്ലോ. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത നമ്മളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയാൻ കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ എന്നെ കൊണ്ട് പറ്റുമാറി ഞാനിങ്ങനെ ഓരോ പൊട്ട വ്ളോഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം മീൻ വറുത്തത് സെറ്റായി.
അച്ചുവാടി എന്താ അവിടെ? പിങ്കുട്ടീനെ മേലെ വിട്ടിട്ടുണ്ടോ? നമുക്ക് പിങ്കുവിന്റെ അടുത്തുനിന്ന് പോയേക്കാം. പിങ്കുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അധികം ഈ തുണി തിരുമ്പലും തുണി മടക്കലും ഒക്കെ ചെയ്യല് കേട്ടോ. ഉച്ചയ്ക്കൊരു ലോഡ് തിരുമ്പി ഉണക്കട്ടെയാണ്. ഇനിയിപ്പോൾ നാളെ തിരുമ്പാടാന്ന് ഓർത്തു. തുണി അധികം ഉണ്ടായിരുന്നില്ല, ഒരു മിഷ്യൻ നിറച്ചും തുണി വേണ്ടേ. ഉച്ചരിങ്ങി മേലഴുകി ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒരു ട്രിപ്പ് തിരുമ്പാനുള്ളതായി. അപ്പോൾ ഞാൻ എന്തായാലും മേലേക്ക് കയറിയല്ലേ ഓർത്തിട്ട് ഒരു നട അങ്ങോട്ട് തിരുമ്പാട്ടു. പിന്നെ അടിയിലുള്ള തുണികൾ നേരത്തെ എടുക്കാത്തതുകൊണ്ടേ ഇപ്പോൾ നേരത്തെ തണുക്കുമ്പോഴത്തേക്കും മഞ്ഞ് മൂടുന്ന മാതിരിയല്ലേ, അതുകൊണ്ട് തുണിക്കൊക്കെ ഒരു ചെറിയ ഈർപ്പുണ്ട്. എന്നാലും ഞാനത് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കോണിക്കൊണ്ട് ഉള്ളിലിടാൻ സ്ഥലമില്ല. മേലെ നിൽക്കുമ്പോൾ ഞങ്ങളെ കാണാൻ നല്ല പാടാണ്, പ്രത്യേകിച്ച് എന്നെ. എന്താ ചൊട്ട് വെളിച്ചമില്ലല്ലോ. അവിടെ ബൾബ് ഉണ്ട്, ഒരു മഞ്ഞ കളറുള്ള ബൾബാണ്, അതുകൊണ്ട് വലിയൊരു വെളിച്ചമൊന്നുമില്ല. പിങ്കൂസിൻ്റെ കൂടെ കളിക്കുകയാണ് ആദ്യം അച്ചു കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ആവാം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞാൻ അധികം ഇങ്ങനെ മേലേക്ക് കയറിയിട്ട് തന്നെയാണ് തുണി മടക്കലൊക്കെ ഇങ്ങോട്ട് കഴിക്കുക. ചിലപ്പോൾ അങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൊക്കെ ഒരു തവണയിലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും. അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. ഒന്ന് 2-3 വട്ടമൊക്കെ മുന്നേ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതിലുള്ള എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിടുത്തരമൊക്കെ ഉണ്ടെങ്കിൽ കേട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം അതിന് മെനക്കെടാറില്ല. അങ്ങോട്ട് പറയും, അങ്ങോട്ട് പോസ്റ്റ്. ഒരു തവണ ഞാൻ എന്തായാലും കേൾക്കും, അതിൽ വല്ലതും മനസ്സിലായാൽ അത് ഡിലീറ്റ് ആക്കും, അത്ര തന്നെയുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു സമയത്താണ് തുണിയൊക്കെ ചിലപ്പോൾ ഒക്കെ മടക്കാറ്. അവൾക്ക് ഏട്ടൻ പണി മാറ്റി വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന് നോക്കി ഞങ്ങൾ തിന്നു. എന്നേട്ടൻ 100 രൂപയുടെ പച്ചക്കറി കിറ്റ് കൊണ്ടുവന്നിരുന്നു. ഒരുപാട് പച്ചക്കറികളുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു, കുറേ സ്റ്റിക്കറായി. നമുക്ക് കുറച്ച് പോരെ. അപ്പോൾ അങ്ങനെ വീണ്ടും ആ പച്ചക്കറി കിറ്റത്തെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വേർതിരിച്ച് വയ്ക്കാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഏട്ടൻ പച്ചക്കറി കിറ്റ് കൊടുന്നു. അന്ന് കുറേ നമുക്ക് ഉണ്ടാക്കാനുള്ള കൂട്ടാൻ വയ്ക്കാനുള്ളയും ഉപ്പേരിക്കാനുള്ളയും ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഇതിലും അതുപോലെ ഒരുപാടുണ്ട്. ഇനി കുറച്ച് ദിവസം പച്ചക്കറി ആയിരിക്കും ഇവിടെ. ഇപ്പം പച്ചക്കറിക്ക് നല്ല വിലയാണ്. അപ്പോൾ ഇങ്ങനെ കിറ്റൊക്കെ മേടിക്കുക തന്നെയാണ് നല്ലത് അല്ലേ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ചെറുപയറിട്ട് വേവിച്ചുകൊണ്ട് തന്നെ കഞ്ഞിയുടെ നിറം പോലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പോരാ തോന്നിയപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഈ കഞ്ഞിക്ക് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ചൂടോടെ കുടിക്കണം. നോക്കി നോക്ക്, കഞ്ഞിവെള്ളത്തിനൊക്കെ വെള്ള കളറല്ലേ ഉണ്ടാവുക, ഇത് നോക്കി നോക്ക് നല്ലൊരു ലൈറ്റ് പച്ച കളറ് മാതിരിയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ അതിക്ക് നല്ല എരിവുള്ള ഉണക്കൽ വാർത്തയും. ഇനി ഉണക്കൽ വാർത്ത ഇല്ലെങ്കിൽ കുറച്ച് പപ്പടമായാലും മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളിതെല്ലാം അങ്ങോട്ട് കുടിച്ച് തീർത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.